അതുകൊണ്ട് നമ്മുടെ കൊഞ്ചിൽ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് മസാലയൊക്കെ പിടിച്ച്. ഹലോ നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. ഇന്ന് വള്ളത്തിലെ കുറെ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ രീതിയിൽ വറുക്കാൻ ഉദ്ദേശിക്കുക. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് കൊഞ്ചെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ രീതിയിലാണ്. തലയും ഒക്കെ നിർത്തി ബാക്കിയുള്ള ഈ വേസ്റ്റൊക്കെ ചിറവൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞ് ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയാണ്. തലയൊക്കെ അങ്ങ് വെട്ടിക്കളയാം. വെട്ടി എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. പുറന്തോട് ഏതാണ്ട് ഈ മേൽ ഭാഗത്ത് നിന്ന് ഒരു 2-3 ലെയർ അങ്ങ് ഇളക്കി മാറ്റാം. ഇളക്കി മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിലൊരു ഇര ഉണ്ടല്ലോ, ആ ഇരയൊക്കെ എടുത്ത് മാറ്റാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഒരു മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ആ മണ്ണ് കടിയെ നിൽക്കുന്നുണ്ട്. വേണ്ട ഈ രീതിയാണ്. വേണ്ട ഇത്ര ഇതേ ഉള്ളൂ. ഇതിങ്ങനെ അങ്ങ് എടുത്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ തലയും പാലും നിർത്തി തന്നെ ഇതാണ്. ഇപ്പോൾ ഈ ഇളക്കുമ്പോൾ നമുക്ക് മസാലയൊക്കെ നല്ലോണം പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലീനിങ് രീതി. നമ്മൾ കൊഞ്ചെല്ലാം നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ അതിലേക്ക് 5-6 പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5-6 പച്ചമുളകും ഒക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാം. ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കൊഞ്ചാണ്, ഉപ്പ് കാണും, അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2ാം ഘട്ടം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്ന. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല, അതൊന്ന് ഗവനിക്കണം. അതായത് ഈ കൊഞ്ചിലെ വെള്ളം മാത്രം മതി അത് കൊഞ്ച് വേവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്ത് ഒരുപാടാക്കരുത്. അടപ്പ് മൂടി നമുക്ക് നല്ലോണം വെന്ത് എടുക്കാം. വേണ്ട നല്ലോണം വെള്ളം വേണ്ട, കൊഞ്ചിന് വേവാനുള്ള വെള്ളം ആ കൊഞ്ചിൽ തന്നെ ഉണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ച് ചെറിയ തീയിൽ ഒന്നും കൂടി അടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുക. ഏകദേശമൊക്കെ നമ്മുടെ കൊഞ്ച് റെഡിയായി ഒരു 3/4% വെന്തിരിക്കുക. അപ്പോൾ ഈ വെള്ളം നല്ലോണം പറ്റുന്നതിന് മുമ്പേ തന്നെ നമുക്ക് മസാല കൂട്ടുകളോട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് സ്വല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിടുക. അത് നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഒഴിച്ചാൽ മതി. ആ രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി ആ കൊഞ്ചിലേക്ക് നമുക്ക് പിടിപ്പിക്കാം. അതുകൊണ്ട് ഇപ്പം തന്നെ ഉണ്ട് ആ വെള്ളം, സ്വല്പം വെള്ളം നിന്ന് വേണം നമ്മൾ മസാല ഇടാൻ. കണ്ട എല്ലാം കൂടി നല്ല വൃത്തിയായിട്ട് അതിൻ്റെ അകത്ത് പിടിപ്പിച്ച്. ഇപ്പോൾ ഓർമ്മ വരുന്നത് ബഹ്റിനിൽ ഞാനായിരുന്ന സമയത്ത് നമ്മുടെ ഒരു ഫിലിപ്പീനി കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയി. അവിടുന്ന് ഒരു കൊഞ്ച് വിഭവം കൊണ്ടുവച്ച്, അതായത് പുഴുങ്ങി നമ്മൾ വേറെ ഒന്നും ചേർക്കാതെ കൊണ്ടുവച്ച് ഒരു എസൻസ് കൊണ്ടു തന്നു. അങ്ങനെ അവരെല്ലാം കഴിക്കാൻ തുടങ്ങി. ഞാനും കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരെണ്ണം എടുത്ത് കഴിച്ചില്ല എന്ന് മട്ടിലൊക്കെ ഇറങ്ങിപ്പോയി. പക്ഷെ നമുക്ക് ഇച്ചിരി എരിയും പുളിയൊക്കെ ചേർത്താണ്ട് ഈ കണക്കൊക്കെ അടിപൊളിയായിട്ട് വേണം, എന്നാലേ നമ്മുടെ നാവിന് രുചി കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ മസാല കൂട്ടുകളെല്ലാം ഫൈനലായിരിക്കുക. ഒരു ചെറിയ തീയിൽ വെച്ച് ഒരു അല്പവും കൂടി ഈ കൊഞ്ചിലേക്ക് മസാല കൂട്ടെല്ലാം പിടിക്കാൻ അടച്ചു വെച്ചൊന്ന് വേവാം. അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ദാണ്ട റെഡിയായി. സ്വല്പം അലങ്കാര പണിയൊക്കെ ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് 5-6 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വേണ്ട കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. ഇച്ചിരി ഒരു തുറന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വേണ്ട രീതിയുണ്ട് നല്ല സെറ്റപ്പായിട്ട് വരുന്നു. നല്ല രുചിയാണ്. നമുക്ക് ഏത് ചോറോ ഇച്ചിരി മോരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പിടി പിടിച്ചാൽ നിലയും വിളിച്ച് പോകും ചോറ്. അടിപൊളി വിഭവം. ചപ്പാത്തിയോ ഒക്കെ ആയിട്ട് 2-3 എടുത്ത് വെച്ച് കഴിക്കാം. അതുകൊണ്ട് നമ്മുടെ കൊഞ്ചിൽ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ട് മസാലയൊക്കെ പിടിച്ച്, ഇനി ഒരുപാട് കരിച്ചൊന്നും കളയണ്ട, ഇച്ചിരി മയമൊക്കെ നിൽക്കണം. എന്നാലേ ആ ടേസ്റ്റ്, ഒറിജിനൽ കൊഞ്ചിൻ്റെ ടേസ്റ്റ് നമുക്ക് നാവിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് രീതി. അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടിപൊളി വേണ്ട സേവാഷ്. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി. ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും പരാതി. അതുകൊണ്ട് കുറച്ച് പഴഞ്ചോറൊക്കെ ഇന്നലെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊരു പിടി പിടിക്കാൻ പോവുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നാച്ചുറൽ രുചി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ബായ്.